അവസാനത്തെ കാര്യം അള്ളാഹുവിനോടുള്ള സംതൃപ്തി. അല്ലെ, റബ്ബിനെ കുറിച്ച് മനസ്സ് സംതൃപ്തി നേടണമെങ്കിൽ, ഈമാന്റെ രുചി നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാലാമത് ഉണ്ടാകേണ്ടത് പറഞ്ഞ പ്രാർത്ഥനയാണ്. ദുആ ആണ് വിശ്വാസികളുടെ സമാധാനത്തിന്റെ അഭയകേന്ദ്രം, പടച്ചവനോടുള്ള സംസാരം. അല്ലെ, നമ്മൾ ഈ നേരത്തെ മേലെ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താ? റബ്ബിനോടുള്ള സ്നേഹം ഏറ്റവും വലുതാവുക. രണ്ടാമത്തെ കാര്യം എന്താ? റബ്ബിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം എന്താ? മനസ്സിനെ ശുദ്ധീകരിക്കുക. ഈ 3 കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ വിചാരണ നടത്തേണ്ടത്. സഹോദരന്മാരെ, നമ്മൾ എത്രത്തോളം പടച്ചവനോട് ചോദിച്ചു, പടച്ച റബ്ബേ നിന്നോടുള്ള സ്നേഹം എന്റെ മനസ്സിലിട്ട് തരണേ, പടച്ചവനെ നിന്റെ ഖലാ ഖദറിലും നിന്റെ ദീനിലുമുള്ള സംതൃപ്തി എനിക്ക് നീ നൽകണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇതൊക്കെ ചോദിച്ചാണ്. പ്രാർത്ഥന കാണാൻ റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാൻ പറ്റും. ഇമാം തിർമിദി ഉദ്ധരിച്ച, ഇമാം അഹ്മദും തിർമിദിയും ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹം, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കാൻ പറ്റിയ ആ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അതിലേക്ക് എന്നെ അടുപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളോടുള്ള സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന ഉണ്ടാകണം. രണ്ടാമത് പറഞ്ഞ സംതൃപ്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വഅസ്അലുക റിദാ ബിൽ ഖളാ. അല്ലാഹുവേ, ഖളായിൽ നീ സംതൃപ്തി നൽകണമേ. നിന്നിൽ നിന്നുണ്ടാകുന്ന ഖളായിൽ നീ റിദ നൽകണമേ, സംതൃപ്തി നൽകണമേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ കടം നീങ്ങാൻ, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങിത്തരാൻ നമ്മൾ പഠിച്ചിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ കാര്യമായിട്ടുള്ള പ്രാർത്ഥന അധികാരം ദുനിയാവിലെ ഓരോ പ്രശ്നങ്ങൾ നീക്കിത്തരാ എന്നുള്ളതായിരിക്കും. പക്ഷെ പടച്ചവനെ, നിന്നിൽ നിന്നുണ്ടാകുന്ന ഖളാവുകളിൽ സംതൃപ്തി പടച്ചവനെ നീ എനിക്ക് നൽകണേ. ഖളാ പ്രയാസകരമാണെങ്കിലും തൃപ്തിപ്പെടാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പടച്ചവനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഇമാം അഹ്മദ് ഇബ്നു നസായി ഉദ്ധരിച്ച ഹദീസാണ്. മൂന്നാമത് മനസ്സ് ശുദ്ധിയാക്കാനുള്ള പ്രാർത്ഥന. അല്ലെ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ട്. നമ്മൾ കേട്ട് പരിചയിച്ച പ്രാർത്ഥനയാണ്. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. അല്ലാഹുവേ, എൻ്റെ മനസ്സിനെ തഖ്വ നൽകണമേ, നീ അതിനെ സംസ്കരിക്കണമേ, ശുദ്ധീകരിക്കണമേ. നീയാണ് അതിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ, നീയാണ് അതിന്റെ രക്ഷാധികാരി, അതിനെ കൈകാര്യം ചെയ്യുന്നവൻ. മനസ്സിനെ കൈകാര്യം ചെയ്യുന്നവൻ, അതിന്റെ രക്ഷാധികാരി റബ്ബേ നീയാണ്. അതുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് തരണേ. മനസ്സ് ശുദ്ധീകരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കും, ഇബാദത്തുകൾ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും.